ഒന്ന് മാറിക്കേ മോളെ. മോളെ, നീ ഇതെന്താ ചെയ്തത്? നീ ഇതെന്താ തെരയുന്നേ? ദേവു, നിനക്ക് എന്താ പറ്റിയത്? കല്യാണം കഴിഞ്ഞിറങ്ങിയ പെണ്ണ് തിരികെ വീട്ടിലേക്ക് ഓടി കയറുകയോ? എന്റെ ഭഗവതി. ദേവു, എന്താ നീ തെരയുന്നേ? എന്താന്ന് വെച്ചാ പറ. എന്താ മറന്നത്? നിനക്കെന്താ ദേവു പറഞ്ഞത് മനസ്സിലായില്ലേ? നീ എന്താ തെരയുന്നെന്ന്? ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചിരുന്നു, അതിപ്പോ കാണുന്നില്ല. ആരാ എടുത്ത് മാറ്റിയേ? എന്താന്ന് വെച്ചാ നീ ഒന്ന് പറ, മനുഷ്യനെ തീ തെറ്റിക്കാതെ. മോളെ, ആൾക്കാർ ഓരോന്ന് പറയും, വേഗം ഇറങ്ങ്. ദേവു, സാധനം എന്താന്ന് പറ, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കാം. അതെ ദേവു, ഞങ്ങൾ കൊണ്ടുവന്ന് തരാം. അതെന്താണെന്ന് പറ. എന്റെ ദേവു, നീ കാര്യം എന്താന്ന് വെച്ചാ പറയേ. ദേവു, ദേവു, ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ ദേവനെ കിട്ടാതെ ഞാൻ പോവില്ല. ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ദേവനോ? ഏത് ദേവൻ? ഏത് ദേവന്റെ കാര്യം നീ പറയുന്നത്? അതിന്റെ വില എന്താ നിനക്ക് അറിയില്ല, എനിക്കറിയൂ. ഇത് ഏത് നാട്ടിലെ ആചാരം ഏട്ടാ? കല്യാണം കഴിഞ്ഞ് വരന്റെ കൂടെ ഇറങ്ങിയ പെണ്ണ് സ്വന്തം വീട്ടിലേക്ക് ഓടിക്കേറി പോകുന്നത്? ഒരുത്തൻ നിക്കുന്നത് കണ്ടില്ലേ? പണ്ടാരോ പറഞ്ഞിട്ടില്ലേ എന്തോ പോയ അണ്ണാനെന്ന്? ഇപ്പൊ കാണാൻ കഴിഞ്ഞു. മഹേശ്വരി, ഇതൊരു കല്യാണ വീടാണ്. മൈൻഡ് യുവർ വേർഡ്സ്. നിന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നിലവിളക്കം വാങ്ങി വലത് കാൽ വെച്ച് നീ കയറേണ്ട വീടായിരുന്നു. അതിന് യോഗമുള്ളവളുടെ പിന്നാലെ കയറാനേ നിനക്ക് വിധിച്ചിട്ടുള്ളൂ. മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ട് കയറ്, എന്നെങ്കിലും ഇതുപോലെ ഇവന്റെ കയ്യും പിടിച്ച് കയറാൻ ഭാഗ്യം ഉണ്ടാവണേന്ന്. ഭുവി, എനിക്കിത് കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ലടാ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വിളിച്ചു പറയും. പോരുത്. ഇനി പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഇനി ബുദ്ധിമോശം കാണിക്കാതെ അടങ്ങി നിന്നോണം, മനസ്സിലായല്ലോ? ചുമ്മാ ഇരിക്കേ. ഒരു നിലവിളക്ക് നേരെ പിടിക്കാൻ അറിയില്ലേ നിനക്ക്? വെളുത്താൽ ഇരുട്ടോളം അമ്പലത്തിലാണെന്നാ പറച്ച്. വിളക്ക് പിടിക്കാൻ അറിയില്ല. വേണ്ട ദേവി, വേണ്ട, താഴെ ഇട് ദേവി. അയ്യോ, പാടില്ല സുരേട്ടാ. എരിയുന്ന തിരി ഊതിക്കെടുത്തിക്കൂടാ, അത് ഐശ്വര്യക്കേടാ. ദേവി, നിന്റെ കൈ പൊള്ളും. സാരില്ല, പൊള്ളില്ല സൂര്യേട്ടാ. സീതാദേവിയല്ലേ അഗ്നിശുദ്ധി വരുത്തി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ. ഇതൊക്കെ ആരെ കാണിക്കാനാണാവോ? കയ്യിൽ കൊടുത്ത വിളക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ അറിയാത്തവൾ വലങ്കാലി വെച്ച് പൊറുക്കാൻ കയറുന്നു.
കലികാലം അല്ലാതെ എന്താ? ആ കണ്ണും തീരും കൂടി ഈ തറവാട്ടി വീഴട്ടടി. അപ്പൊ എല്ലാം പൂർണ്ണാവും. ഇവള് മനഃപൂർവ്വം വിളക്ക് മറിച്ചതായിരിക്കും അമ്മേ. അയ്യോ മുഹമ്മദേ മുത്തശ്ശൻ. പറ്റിച്ചേ. എന്തിനാ മഞ്ജുട്ടി വെറുതെ മുത്തശ്ശന്റെ പേരും പറഞ്ഞ് മാമനെ പേടിപ്പിക്കുന്നേ? പാവല്ലേ മാമൻ. സോറി ആന്റി, ഞാൻ ചുമ്മാ മാമനെ കളിപ്പിച്ചതാ. അപ്പോ മുത്തശ്ശൻ ആറ്റം ബോംബിന് തുല്യാണോ സൂര്യേട്ട? അതിനു മുകളിലാ. കേട്ടോ ആന്റി, സൂര്യമാമനും മുത്തശ്ശനും ക്ലോക്കും സൂചിയും പോലെയാ. അതെങ്ങനെയാടി മഞ്ജുട്ടി? 12 മണിക്കൂറും ക്ലോക്കിനെ ചുറ്റി സൂചി കറങ്ങില്ലേ, അതുപോലെ മുത്തശ്ശനെ ചുറ്റി സൂര്യമാമൻ കറങ്ങും. ഇവിടെ സൂര്യനെ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നത് മയൂര് മാത്രാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്കൊരു കൂട്ടവള്, എന്റെ വൈഷ്ണവി പോലെ. എന്റെ അവളുടെയും കല്യാണം ഒന്നിച്ചൊരേ പന്തലിൽ നടത്തണം എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. എന്നിട്ടോ ഞാൻ തിരക്ക് കൂട്ടിയതല്ലേ. എന്തിന്? കല്യാണത്തിന്. കല്യാണത്തിനോ? അതെ, കല്യാണത്തിന് തന്നെ. അല്ല, കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ തിരക്ക് കൂട്ടുവോ? എല്ലാ പെൺകുട്ടികളും എല്ലാ കല്യാണത്തിനും തിരക്ക് കൂട്ടില്ല. ചില കല്യാണത്തിന് ചില പെൺകുട്ടികളെ തിരക്ക് കൂട്ടും. അതെപ്പോഴാ? മനസ്സിൽ സ്വപ്നം കാണുന്ന പുരുഷൻ ഭർത്താവായി വരുമെന്നറിയുമ്പോ കല്യാണത്തിന് തിരക്ക് കൂട്ടും. അപ്പോ നമ്മുടെ കല്യാണത്തിന് തിരക്ക് കൂട്ടിയോ? എന്നെ വന്ന് പെണ്ണ് കണ്ടുപോയ ശേഷം എനിക്ക് എന്റെ കഴുത്തിൽ താലി കിട്ടുന്നവരെ സമാധാനമില്ലായിരുന്നു. അത്രയ്ക്ക് മോഹിച്ചതല്ലേ ഞാൻ. അതെന്തിനാ? കല്യാണം ഇവിടെ ആദ്യം നടക്കുന്നത്. അതിപ്പോ സ്വർഗത്തിൽ വെച്ച് നടക്കുകയാണെന്നാ ഓരോരുത്തർ പറയുന്നേ. സ്വർഗത്തിലും ഭൂമിയിലും ഒന്നും അല്ല ആദ്യം കല്യാണം നടക്കുന്നത്. പിന്നെ എവിടെയാ? ആണിന്റെ പെണ്ണിന്റെ മനസ്സിൽ. ഒരു പ്രാവശ്യമല്ല, 1000 പ്രാവശ്യം. ശരിയാ, ഒത്തിരി പ്രാവശ്യം മനസ്സിനകത്ത് കല്യാണം നടക്കും. കല്യാണ നിശ്ചയം കഴിഞ്ഞുള്ള കാത്തിരിപ്പില്ലേ, അതാ ആലോചിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം. അത് ശരിയാ. ഇതൊക്കെ എന്റെ മാത്രം കാര്യങ്ങളാട്ടോ. എല്ലാവരും ഇങ്ങനെയാണോന്നറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെയായിരുന്നു. തന്നെ കണ്ടതു മുതൽ മനസ്സിനകത്തൊരു വെപ്രാളമായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ തോന്നാത്തൊരു അനുഭവം, ആരോടും പറഞ്ഞറിയിക്കാനാവാത്തൊരു അനുഭവം. അപ്പൊ എന്റെ പ്രാർത്ഥന തെറ്റിയില്ല. എന്തു പ്രാർത്ഥന? എന്റെ മനസ്സറിയുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. സൂര്യ, നീ ഇതുവരെ അന്തപ്പുരത്ത് നിന്ന് ഇറങ്ങിയില്ലേ? പൂമംഗലത്ത് നിന്ന് ആൾക്കാരെത്താറായി. എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്കിയോ നീ? മുത്തച്ഛൻ, ഞാനത് സീതാറാമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് നിന്റെ കല്യാണമോ അതോ സീതാറാമന്റെ കല്യാണമോ? എന്നാ പിന്നെ തുറന്ന് കാണിച്ചൂടെ? നീ എന്തിനാ ദേവ് കൈ ഒളിപ്പിച്ചു വെക്കുന്നേ? നോക്കട്ടെ. നിന്നോട് തുറക്കാനല്ലേ പറഞ്ഞേ? കാണിക്കും.